ബാക്കിയുള്ള ആക്ടേഴ്സ് വരുമ്പോൾ രാജുവിൻ്റെ ബോഡി ലാംഗ്വേജിനൊരു കുറച്ചൊരു കമാൻഡിങ് പവർ ഉണ്ട്. ലാൽ സാർ വരുന്ന സമയങ്ങളിൽ രാജു കുറച്ചുകൂടെ കുട്ടിയെ പോലെയാവും. കുട്ടിയുടെ കയ്യിൽ ഒരു ടോയ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അതുപോലെയാണ് ശരിക്കും രാജുവും ലാൽ സാറും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ. ചെയറിൽ പോലും ഇരിക്കുമ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജിലല്ല രാജു ഇരിക്കുക. രാജു ഇങ്ങനെ ഒരു എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എംപുരാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സിനിമയിലും ഒരു ആക്ടർക്ക് ഒരു ഇൻട്രോ ഉണ്ടാവുള്ളൂ, പക്ഷെ മേ ബി ഇതിൽ പലയിടത്തും ഇൻട്രോ പോലെ തന്നെയാണ്. അതിലധികം സർപ്രൈസുകൾ റിവീൽ ചെയ്യാത്ത ചിലപ്പോൾ ഒരു 1-2 ക്യാരക്ടർ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആഫ്റ്റർ എമ്പുരാൻ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാനും എക്സൈറ്റഡ് ആണ്. 3ലേക്കുള്ള പരിപാടികളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 3 കൂടിയായിരിക്കും അതിൻ്റെ ഒരു കൺക്ലൂഷൻ. എബ്രഹാം ഖുറേഷിയെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് സ്റ്റീഫനെ കാണാനാണ്. ആ മാജിക് ഈ സിനിമയ്ക്കകത്തുണ്ട്. രാജുവിൻ്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഫേസും ബോഡി ലാംഗ്വേജും ഇൻട്രാക്ഷൻസും ലാൽ സാറിനോട് ബ്രീഫ് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ളത്. ഇത് എൻ്റെ കരിയറിൽ ഇത്രയും എഫേർട്ട് കൊണ്ട് ഇത്രയും ടെക്നിക്കലി പെർഫെക്ഷനോട് കൂടി ചെയ്ത മറ്റ് സിനിമ ഇല്ല എന്ന് തന്നെ വേണം പറയാം. ഇപ്പോഴും ഗുരുവായൂരുള്ള ആളുകൾക്ക് പോലും, വളരെ കുറച്ച് ആളുകൾക്ക് പോലും നമ്മളറിയുള്ളൂ. ശരിക്കും ഈ ലാലേട്ടനെ ഇപ്പൊ ലാലേട്ടനെ പൃഥ്വിരാജ് എങ്ങനെ ഡയറക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിക്കും ഇവര് തമ്മിൽ സെറ്റിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യാറുള്ളൂ? അത് ഭയങ്കര രസമാണ്. എന്താ വെച്ചാൽ ബാക്കിയുള്ള ആക്ടേഴ്സ് വരുമ്പോൾ രാജുവിൻ്റെ ബോഡി ലാംഗ്വേജിനൊരു കുറച്ചൊരു കമാൻഡിങ് പവർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിത് വേണം എന്ന് പറയുന്നതിന് കുറച്ചും കൂടി ലൗഡറാണ്. പക്ഷേ ലാലേട്ടൻ വരുന്ന സമയങ്ങളിൽ, ലാൽ സാർ വരുന്ന സമയങ്ങളിൽ രാജു കുറച്ചുകൂടെ കുട്ടിയെ പോലെയാവും. എന്താ പറയുക, അത് നമുക്കിപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ടോയ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അതുപോലെയാണ് ശരിക്കും രാജുവും ലാൽ സാറും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ. ഇദ്ദേഹം എന്തിനും റെഡിയായി നിന്ന് കൊടുക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ രാജു അത് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീലാണ് ശരിക്കും. ചെയറിൽ പോലും ഇരിക്കുമ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജിലല്ല രാജു ഇരിക്കുക. രാജു ഇങ്ങനെ ഒരു എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഞാൻ ലാൽ സാറിലാണ്. ഇപ്പോൾ ഞാൻ 3 സിനിമ ലാൽ സാറിൻ്റെ കൂടെ ചെയ്തു. ഈവൻ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടർ, ഒരു നമ്മൾ പറയില്ല ചില കാര്യങ്ങൾ ആഫ്റ്റർ ബിഫോർ എന്ന് പറയുന്ന പോലെ, ലൂസിഫർ ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ വ്യൂ മാത്രമാണ്, അറിയില്ല. അല്ല, ഈ സീനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത് ലാലേട്ടൻ്റെ മുന്നിൽ വരുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലത്തെ ഉള്ള കുറച്ചും കൂടി ഭയങ്കര ക്യൂട്ടാണ്. രാജുവിൻ്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഫേസും ബോഡി ലാംഗ്വേജും ഇൻട്രാക്ഷൻസും ലാൽ സാറിനോട് ബ്രീഫ് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ളത്. അത് ഭയങ്കര രസമാണ്. പിന്നെ അതുമാത്രമല്ല, ലാൽ സാറിനെ പോലുള്ള ഒരു ആക്ടറെ ഡയറക്ടർക്ക് കിട്ടുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി വർക്കാവുന്നത്. എല്ലാ ഡയറക്ടേഴ്സും സ്വപ്നം കാണുന്നതും അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ ഡേറ്റിന് വേണ്ടിയിട്ടാണ്. മീൻസ് പടം ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർക്ക് എന്തിലേക്കും ഇത്രയും ഫ്ലെക്സിബിളായിട്ട് ഇത്രയും കൂടെ നിൽക്കുന്ന ഒരു ആക്ടർ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ പ്ലസ് രാജു എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഒരു പാഷനും കൂടി വരുമ്പോൾ തന്നെയാണ് ഒരു ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായതും. അതിൽ നിന്ന് അവരുടെ ജേണി, ആ ട്രസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ആന്റണി ചേട്ടൻ ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രസ്റ്റ്. അതായത് ഏറ്റവും നല്ലൊരു ഫാനാണ് ലാൽ സാറിന്റെ ആന്റണി ചേട്ടൻ. അതിലേക്ക് വേറൊരു ഫാനും കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഏരിയയാണ് അതിലൂടെ വർക്ക്ഔട്ട് ആയിട്ടുള്ളത്. അതിപ്പോഴും ആ ട്രസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ലാലേട്ടനായിട്ട് എങ്ങനെ വെളിപാട് പുസ്തകത്തിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ലാൽ സാറിന്റെ കൂടെ ഞാൻ ഉഡയോൺ സിനിമ മുതൽ അസിസ്റ്റന്റ് ആയിരിക്കുന്ന കാലം മുതലേ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉഡയോൺ കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ പുള്ളിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം 3-3.5 മണിക്കൂർ. ഇപ്പോൾ ഞാനുണ്ടാവും, പട്ടണം റഷീദ് ഉണ്ടാവും, പിന്നെ ഇദ്ദേഹം ഉണ്ടാവും, ലാൽ സാറും ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് 3 മണിക്കൂർ മേക്കപ്പിൽ ചിലപ്പോൾ ഒരു ½ an hour ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളെല്ലാം
പുള്ളി ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മളോടാണ്. അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ചില പുള്ളി ആ സമയങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിലൂടെ. ഇപ്പം നമ്മളോട് കൂടെ ആരാണോ അവരെ പുള്ളി ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കും. ആ ജോലിയിലും ആയാലും പുള്ളി ഭയങ്കര നോട്ടിയാണ് പുള്ളി. അന്ന് മുതൽ നമ്മളോടൊരു ഇഷ്ടമുണ്ട്, നമ്മളെ നന്നായിട്ട് അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് മൂവി എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഈ കിളിച്ചുണ്ടൻ മാമ്പഴം കഴിഞ്ഞു, ഉടയോൻ കഴിഞ്ഞു, പരദേശിയിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആകാശഗോപുരം എന്ന് പറഞ്ഞൊരു ലണ്ടൻ മൂവിയിലുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ എല്ലാ മാനറിസങ്ങളും പുള്ളിയുടെ എല്ലാ ഇഷ്ടങ്ങളും ഏറ്റവും അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അവിടെ മുതൽ പുള്ളിയുടെ ഒപ്പമുള്ള ജേണി നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിന്നും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളി നമ്മുടെ ഇന്ററാക്ഷൻ എന്തൊക്കെയാ? കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭയങ്കര നമ്മൾ കാണുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയൻ ഖുറേഷി അബ്രഹാം ആണ്, പക്ഷെ ഓഫ് ദ സ്ക്രീനിൽ അതേപോലെ തന്നെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ആളുകൂടെയാണല്ലോ. അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായമുള്ളൂ, ഭയങ്കര നോട്ടിയാണ്. ഇൻട്രാക്ഷൻസ് ആയാലും പല എല്ലാ ഒന്നിനെയും വളരെ സീരിയസ് ആയിട്ട് പുള്ളി പ്രസന്റ് ചെയ്യില്ല. അത് തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു അതായത് കംഫർട്ട്. ഇപ്പോൾ ചുറ്റുള്ള ആളുകളെ കംഫർട്ട് സോണിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ആക്ടറും കൂടിയിട്ടാണ്. ഈ ശരിക്കും പറഞ്ഞ ഇപ്പൊ എംപുരാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ശരിക്കും ശ്രീധരൻ പറയും? എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഇൻട്രോ നല്ലതാണ്. പല സിനിമയിലും ഒരു ആക്ടർക്ക് ഒരു ഇൻട്രോ ഉണ്ടാവുള്ളൂ, പക്ഷെ മേ ബി ഇതിൽ പലയിടത്തും ഇൻട്രോ പോലെ തന്നെയാണ് പുള്ളിയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ പ്രസൻസ് ആ സിനിമയെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ വലുത്. ഇപ്പോൾ ഓഡിയൻസ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ കാണാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അത് അധികമാവോ അല്ലെങ്കിൽ അത് ഡീഗ്രേഡ് ആവുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അത് അതിൻ്റെതായിട്ടുള്ള സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ അദ്ദേഹം ഒന്നിലധികം സർപ്രൈസുകൾ ഉണ്ട്. ഇപ്പൊ ക്യാരക്ടേഴ്സ് അടക്കം ഇപ്പൊ നമ്മൾ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറം നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് സർപ്രൈസുകൾ എംപുരാനിലുണ്ടോ? എംപുരാനിൽ ഇപ്പൊ രാജു പറഞ്ഞ പോലെ 1-2 സർപ്രൈസുകളുണ്ട്. അത് പല രീതിയിലും ട്രോളായിട്ടും പല രീതിയിലും ആളുകൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മേ ബി റിവീൽ ചെയ്യാത്ത ചിലപ്പോൾ ഒരു 1-2 ക്യാരക്ടർ ഉണ്ടാവുമായിരിക്കാം. അവർക്കും മേക്ക് ഓവർ ഉണ്ടായിരുന്നു. ആ ലുക്കൊക്കെ ഡിസൈൻ ചെയ്ത് ശരിക്കും ഇത് ആ ക്യാരക്ടേഴ്സ് പുറത്ത് പറയാൻ പാടില്ലല്ലോ ശരിക്കും പറയാം. അതെ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഡിസൈൻ ശരിക്കും എങ്ങനെയാ? അത് ആദ്യമേ ഉണ്ടായിരുന്നത് നമ്മള് സർപ്രൈസ് ആണ് സിനിമയിലെ എന്നുള്ള? അത്തരം സർപ്രൈസ് ചെറിയ സർപ്രൈസ് ആണ്. പക്ഷെ അത് നമ്മൾ ഷൂട്ടിനിടയിൽ തന്നെ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ബ്രീഫിൽ തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാതെ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് അത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതിലെ മേക്ക് ഓവറൊക്കെ നമ്മൾ കുറച്ചുകൂടെ പ്രീ പ്ലാൻഡ് ആയിട്ട് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അത് ഡിസർവ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ആ വന്നതിൽ തന്നെയാണ് 3 എന്ന് പറയുന്ന ഒരു എംപുരാൻ്റെ നെക്സ്റ്റ് 3 എന്ന് പറയുന്ന ഒരു വേർഷനിലേക്ക് അത് ഏറ്റവും ഈസി ആയിട്ട് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് തോന്നുന്നത്. ഈ കരിയർ തുടങ്ങുന്ന മുല്ലയിലാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഈ ഭയങ്കര ഡിഫറെന്റ്ലി അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം ദിലീപേന്റെ ലുക്കൊക്കെ ഏറ്റവും കാരണം അതുവരെ കണ്ട ദിലീപേട്ട എൻ്റെ ഡിഫറെന്റ് ആയിട്ട് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് ശരിക്കും ആ സമയത്ത് ഈ ഫസ്റ്റ് സിനിമ ഭയങ്കര ചലഞ്ചിലാണല്ലോ തുടങ്ങുന്നത്. അത് ശരിക്കും എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിനിമയിലേക്ക് തന്നെ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇൻഡിപെൻഡന്റ് ആയ സമയം എന്ന് പറയുന്നത് എനിക്ക് 2006-2007 ആ കാലഘട്ടത്തിൽ ഒരു ടെക്നീഷ്യൻസ് ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. വളരെ കുറച്ച് ആളുകളെ ഇൻഡിപെൻഡന്റ് മേഖലയിലേക്ക് വരികയുള്ളൂ.
അത് ഈവൻ ഡയറക്ടേഴ്സ് ആയാൽ പോലും എല്ലാവരും കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ താഴോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ കാലത്തെ ആ ഒരു കംഫർട്ട് സോണൊന്നും അന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈവൻ നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കിയത് ലാൽജു സാറാണ്. വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡയറക്ടറാണ്. അതുകൊണ്ട് നമുക്ക് വേറെ റീതിങ്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ പുള്ളി വന്ന് മുല്ലയാണ് മുല്ലയിൽ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ബ്രീഫും കാര്യങ്ങളും തന്നപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ല എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ച് നോർമലായിട്ടുള്ള ഒരു സിനിമയിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു നോർമൽ ലുക്ക്, നോർമൽ ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് പൊതുവെ താല്പര്യമില്ല. എന്താ കഴിഞ്ഞാൽ ഈവൻ നമ്മൾ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഡയറക്ടർ എല്ലാവരും ജസ്റ്റ് അവരുടെ ജോലി കഴിഞ്ഞ് പാസ് ചെയ്യുന്ന, അതായത് അവരൊരു ഷോട്ടിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് വെറുതെ ഇരിക്കും. അവരുടെ ജോലി എല്ലാം കഴിഞ്ഞ് അവരിയ്ക്കുന്ന സമയമാണ്. അപ്പോൾ 80% ജോലി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സെറ്റിലായിരിക്കും ഡയറക്ടർ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡയറക്ടർ ആദ്യ സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും, ഓഹ് മേക്കപ്പ് മാനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇത് ഈവൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഞാൻ ലാൽജു സാറിൽ നിന്നാണ്. ഇതേ ഡയലോഗ് എമ്പുരാനിൽ നിന്നും രാജുവിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ളതാണ്. രാജു പോകുന്ന സമയത്ത് അതായത് ഇവര് ഏറ്റവും ചൂടുള്ള സമയത്ത് മുകളിൽ വർക്ക് ചെയ്തിട്ടാവും താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. ആ സമയത്ത് പോലും അത് സത്യാവസ്ഥയാണ്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരാൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്നൊരു വേവ് ഉണ്ട്. അത് ഫണ്ണായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അതൊരു സിനിമയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മേക്കപ്പ് മാനായിട്ട് ജനിച്ചാൽ മതി എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ലൊക്കേഷനിൽ നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ, അതായത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ലൊക്കേഷനിൽ നമുക്ക് ഭയങ്കര അൺകംഫർട്ടാണ്. അവിടെ വെറുതെ ഇരിക്കാനായാലും, ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോസ്തറ്റിക് ആയാലും അല്ലെങ്കിൽ മേക്ക് ഓവർ ഇത്തരം പ്രോസസ്സിൽ വരുമ്പോഴാണ് നമുക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേറെ രീതിയിൽ പറയുന്നില്ല. ഇപ്പോൾ സത്യൻ സാറിൻ്റെ സിനിമകൾ വളരെ റിയൽ സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. പൊതുവെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് വലിയ പഠനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു റിസർച്ച് ഉണ്ടാവാറില്ല. ആക്ച്വലി ഇതിൻ്റെ ഒരു വേറൊരു ലെവൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാക്കിയുള്ള ഗ്രേഡുകളുണ്ട്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, റൈറ്റർ കുറച്ചും കൂടി ഡയറക്ടർ ലെവലിലുള്ള ആളാണ്. സിനിമാറ്റോഗ്രാഫർ, പിന്നെ ആർട്ട് ഡയറക്ടർ, ഈവൻ മ്യൂസിക് ഡയറക്ടർ. ഇവരുടെയൊക്കെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഹൈപ്പും എല്ലാ രീതിയിലും, ഈവൻ ഫിനാൻഷ്യലി ആയാലും അതെല്ലാം പെട്ടെന്നാണ്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് കുറച്ചും കൂടി വാല്യൂ കൂടുതലാണ്. പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഈവൻ കോസ്റ്റ്യൂം, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ഇവർക്കൊക്കെ അന്നും ഇന്നും കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യലി ആയാലും അത് വളരെ ഡൗൺ ആണ്. സോഷ്യൽ മീഡിയയിൽ വരുന്നതിൽ പോലും, പക്ഷെ അത് സോഷ്യൽ മീഡിയ മാത്രം കുറച്ച് ആളുകൾ സെർച്ച് ചെയ്യുന്നു. പക്ഷെ എന്നാൽ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോസ്റ്റ്യൂമർ, സ്റ്റില്ലായാലും ഞാൻ പലയിടത്തും പറയാറുള്ള കാര്യം, ഈവൻ നമ്മൾ മീഡിയയുടെ മുന്നിലല്ല, നമ്മളെ സെറ്റുകളിലായാലും പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു പരിധിക്കപ്പുറത്ത് വാല്യൂ ഇല്ല, ഒരു വളർച്ചയില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ വരണം. ഇപ്പോൾ ഒരു പീരിയോഡിക് സിനിമകൾ വരണം. അങ്ങനെയുള്ള സിനിമകൾ വളരെ അപൂർവമായിട്ടാണ് മലയാളത്തിൽ സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എമ്പുരാൻ അല്ലെങ്കിൽ ഇത്തരം വലിയ സിനിമകൾ ഇവിടെ സക്സസ് ആയി സംഭവിക്കണം. അത് ഏറ്റവും കൂടുതൽ നമ്മളെപ്പോലുള്ള ആളുകൾക്കാണ് പ്രയോറിറ്റി അല്ലെങ്കിൽ കിട്ടുന്നത്, നമ്മളെടുക്കുന്ന എഫേർട്ടിന് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമയിൽ ആദ്യത്തെ ബഡ്ജറ്റിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത് ഒരു മറ്റേ ഇതാണ്, ഫിഗറാണ്. ആ ഫിഗറിനപ്പുറത്തേക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ വേറെ ആളുകളിലേക്ക് പോകും. അല്ലാതെ ഫിഗർ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല ടെക്നിക്കൽ വാല്യൂ നോക്കിയിട്ട് മലയാള സിനിമയിൽ ഒരു തരത്തിൽ പൃഥ്വിരാജ് എന്ന ഡയറക്ടർക്ക് കുറച്ചുകൂടെ അത് അറിയാം, ഈ ടെക്നീഷ്യൻസ് വാല്യൂ ഉള്ള കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവര് പറയും എനിക്ക് ഇന്ന ആള് വേണമെന്ന് പറയും. അതിനപ്പുറത്തുള്ള സിനിമകളുണ്ട്. ആദ്യ സിനിമ സർവൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബഡ്ജറ്റ് സർവൈവ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി സർവൈവ് ചെയ്യുന്ന സിനിമകൾ. അവിടെയൊന്നും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആ കാറ്റഗറി, ഈവൻ കോസ്റ്റ്യൂം, മേക്കപ്പ്, സ്റ്റിൽ, അവരൊക്കെ ഒരു നമ്പർ പോലെയാണ്. അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു ഇതാണ് ഇതിനുള്ളിൽ ചെയ്യുന്ന ആളെ വിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അവിടെ നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല.
ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അവരുടെ സിനിമയുടെ പ്രതിസന്ധി പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ 3 ഡിപ്പാർട്ട്മെന്റ് കാരണം ഒരു സിനിമയുടെ ബഡ്ജറ്റ് കൂടാറില്ല സിനിമയ്ക്ക്. പക്ഷേ അവർക്ക് ഈ ബഡ്ജറ്റ് കൂടില്ല എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ വാല്യൂം കൂടുന്നില്ല. അതും ഒരു ഇതാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ, സ്റ്റിൽ മീൻസ് ക്യാമറമാൻ, ഇവരെ പർച്ചേസ് ചെയ്യാൻ മറ്റ് ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ ക്യാമറമാനാണ് ഏറ്റവും കൂടുതൽ പണ്ട് കാലത്ത് മലയാളത്തിൽ നിന്ന് പോയി ഒരു സിനിമ ഇവിടെ സക്സസ് ആയാൽ പിന്നെ പോയി അവിടെ സിനിമകൾ ചെയ്ത് അവരുടെ വാല്യൂ കൂടിയിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഫിനാൻഷ്യൽ ഏരിയ കുറച്ചും കൂടി എക്സ്പാൻഡ് ആവുന്നത്. പക്ഷേ അത് പിന്നീട് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനുണ്ട്. അവർക്ക് തെലുങ്ക് പടങ്ങൾ അല്ലെങ്കിൽ തമിഴ് കുറച്ചും കൂടി വലുപ്പമുള്ള സിനിമ ഇൻഡസ്ട്രി, മലയാള സിനിമയുടെ വലിപ്പത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ സിനിമയുടെ ഈ പറഞ്ഞ തിയേറ്റേഴ്സിന്റെയും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന റവന്യൂ പ്രശ്നം കൊണ്ട് മാത്രമാണ്. എന്നാൽ പോലും അതർ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ അതർ ലാംഗ്വേജിലേക്ക് സിനിമ എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യുന്നത് ക്യാമറാമാൻ, മ്യൂസിക് ഡയറക്ടറാണ്. ഇന്നിപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ ഒക്കെ സാധ്യതകളായി. ഇന്ന് ഈവൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും കോസ്റ്റ്യൂംസിനൊക്കെ ആയാലും കോസ്റ്റ്യൂമർക്കൊക്കെ കുറച്ചും കൂടി സാധ്യതകൾ വന്നു തുടങ്ങി. അത് അപ്പോഴും നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോവാന്ന് പറയുന്ന പോലെ ഇവിടെ നിന്ന് കിട്ടില്ല, ഇനി അവിടെ പോയി പിടിക്കാമെന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ്. പക്ഷെ അത് ഡിസർവ് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള വാല്യൂ ഇവിടെ ഉണ്ടാവുന്നില്ല, അവർക്ക് അതിനുള്ള പ്ലാറ്റ്ഫോം ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് അറിഞ്ഞ് ചില ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ചില ആളുകളെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ശരിക്കും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ചെയ്തപ്പോ ആ ടൈമിൽ നിവിൻ പോളിയുടെ ഏറ്റവും ഡിഫറെന്റ് ലുക്ക് തന്നെയായിരുന്നു. ഒരു പോലീസായിട്ട് പ്രസന്റ് ചെയ്തു, അതിൽ എല്ലാവരുടെയും ലുക്ക് ഡിഫറെന്റ്. അപ്പം ഈ സ്വയം എന്തെങ്കിലുമൊക്കെ ഔട്ട്പുട്ട് അങ്ങനെ പറയാറുണ്ട്, നമുക്ക് ഇങ്ങനെ പിടിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ പറഞ്ഞാലോ ഇങ്ങനെയൊക്കെ? ഞാൻ കുറച്ചുകൂടി ഡയറക്ടർ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഡയറക്ടറുടെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് ഡയറക്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് തരുന്നൊരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മളത് സ്പേസ് നമ്മൾ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അത് വരുമ്പോൾ അവർ നമ്മളോട് ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും, നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ പറയും ഇന്ന രീതിയിൽ ഇന്ന പരിപാടി പിടിച്ചാലോ എന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ നമുക്കത് നോക്കാം എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ തന്നെ ഫോട്ടോ ഡിസൈൻ, ഈ പറഞ്ഞ ഫോട്ടോഷോപ്പ്, അന്ന് ഫോട്ടോഷോപ്പുകളും മറ്റു കാര്യങ്ങളായിരുന്നു. അത് ഈവൻ മുല്ലയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഫോട്ടോഷോപ്പിൽ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിരുന്നത്. ആ മൊട്ടടിച്ച ലുക്ക് ശരിക്കും അത് ലാൽജു സാറിന്റെ ഐഡിയ ആയിരുന്നു. മുട്ട വേണമെന്ന് നമുക്ക് മുട്ട വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ദിലീപേട്ടൻ ചെയ്യുമ്പോൾ അത് ഒന്ന് സീരിയസ് ക്യാരക്ടർ, അപ്പൊ ഇതുവരെ കാണാത്തത് കൊണ്ട് തന്നെ ലാൽജു സാറിന് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാകുമെന്നുള്ളത്. അപ്പൊ ഞാൻ തന്നെ അത് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് ആ ലുക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈവൻ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം അറിയാം. അതല്ല വേറൊരു ഡിസൈനർ ഡിസൈൻ ചെയ്യുമ്പോൾ അയാളുടെ ഐഡിയ മാക്സിമം ഇൻപുട്ടായിട്ട് അതിനകത്ത് വെക്കും. അപ്പൊ അതിനകത്ത് സാധ്യതകൾ ചിലപ്പോ റോങ് ആവും, ചിലപ്പോ വളരെ സാധ്യതകൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത് ആ ഫോട്ടോ ഡിസൈൻ ചെയ്തിട്ട് തന്നെ ദിലീപേന്റെ ലുക്ക് ഓവറോൾ പരിപാടി കിട്ടി അതിനകത്ത്. ഈ തിരിച്ച് എംപുരാനിലൊക്കെ വരുമ്പോഴൊക്കെ ഈ മുന്നോട്ടുള്ള കരിയറിലേക്ക് ശരിക്കും എംപുരാൻ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ഇപ്പൊ കഴിഞ്ഞിപ്പോ കുറച്ചാളായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അത് ചിന്തിക്കാറുണ്ടോ? ആഫ്റ്റർ എംപുരാൻ എങ്ങനെയായിരിക്കും റിലീസ് കഴിഞ്ഞിട്ട്? ആക്ച്വലി ഞാൻ അത് എന്തായാലും നമ്മളതിനെ കുറിച്ച് ഒത്തിരി ബോധേഡ് അല്ല. പക്ഷേ ആഫ്റ്റർ എമ്പുരാൻ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാനും എക്സൈറ്റഡ് ആണ്. എന്താ കഴിഞ്ഞാൽ ഇനിയുള്ള സിനിമകളുടെ ഇപ്പം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സിനിമകൾ ഏത് ടൈപ്പ് ഓഫ് സിനിമകളാണെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് അത് വെയിറ്റിങ്ങിലാണ്. ഇനി എമ്പുരാൻ്റെ ഒരു സക്സസ് എന്തായാലും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഒരു സക്സസ് ആണല്ലോ. അപ്പം സക്സസ് സംഭവിച്ചാൽ മാത്രമേ നമുക്കത് ഡിസൈൻ ചെയ്യാനും പറ്റുള്ളൂ. 3ലേക്കുള്ള പരിപാടികളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അന്ന് ടീസർ ലോഞ്ചിൽ ഇപ്പോൾ ലാൽ സാറായാലും ആന്റണി ചേട്ടനായാലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അവരത് രാജുവിനോട് ഷെയർ ചെയ്തിരുന്നു 3 നമ്മൾ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ മുരളിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതൊരു 3 കൂടി ആയിരിക്കും അതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പം അത് ഈവൻ രാജു അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ
എമ്പുരാൻ്റെ ഒരു വലിയൊരു സക്സസ് തന്നെയാണ് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഈസി വേ. അതുമാത്രമല്ല ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സക്സസ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഡ്രീമിലേക്കുള്ള യാത്രയ്ക്ക് സ്റ്റെപ്പിന് വളരെ ഈസിയാണ് ഈ എമ്പുരാൻ സക്സസ്. അത് അദ്ദേഹത്തിൻ്റെ വിഷൻസ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ സിനിമകൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആകും, എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, അതിൽ ഇന്ന ക്യാൻവാസുകളുള്ള സിനിമകളുണ്ട്. അപ്പോൾ അത് ഞെട്ടലിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അത് വളരെ സാധ്യമാകുന്ന ഒരു ഏരിയയാണ്. അതായത് ഒരു അന്ന് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ആസ് എ സക്സസ് മാൻ, അപ്പോൾ ആ സക്സസ് മാനെ അതിലേക്ക് എത്താൻ കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെയുള്ളതെല്ലാം ടെക്നിക്കൽ ഇഷ്യൂസാണ്. അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർക്ക്. ഞാനിപ്പോ ലൂസിഫർ സമയത്തൊക്കെ നിങ്ങൾ തമ്മിൽ പ്രീ പ്രൊഡക്ഷനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ എമ്പുരാന്റെ വലിപ്പം ശരിക്കും അന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തുടങ്ങി അവസാനിക്കുമ്പോൾ അതായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സിനിമ. വലിയ സിനിമ മലയാള സിനിമയുടെ മലയാള സിനിമയുടെ അന്നത്തെ ബഡ്ജറ്റ് വെച്ചിട്ട് അത് വലിയ സിനിമയാണ്. ആ വലിയ സിനിമയിൽ നിന്ന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് മലയാള സിനിമ മാറുമെന്നോ അല്ലെങ്കിൽ ആ സിനിമ സാധ്യമാകുമെന്നോ അന്ന് ആർക്കും ഒരു ധാരണയില്ല. അത് ലൂസിഫർ പോലും എന്താകുമെന്ന് പറയുന്ന ഒരു ആശങ്കയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തിയേറ്ററിന്റെ ആ ഡേ തന്നെയാണ് മാറ്റി എഴുതിയത്. ആ വലിപ്പം ഉണ്ടാക്കിയത് ലൂസിഫർ തന്നെയാണ്, അതിന്റെ മാസ് ഹിറ്റ് തന്നെയാണ്. ഈ ചേട്ടനായിട്ട് ഇഷ്ടമുള്ള ഇതിനകത്ത് ക്യാരക്ടർ ലുക്ക് ഏതാ ലാലേട്ടൻ്റെ ശരിക്കും? എനിക്ക് അതായത് നമ്മൾ പറയില്ലേ, അതായത് രണ്ട് ടൈപ്പ് ഓഫ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു മരുഭൂമിയിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നമ്മളെ എക്സ്പാൻഡ് ചെയ്യുന്ന, നമ്മളെ ഏത് ലോകത്തേക്ക് കൊണ്ടിട്ടാലും നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു പച്ചപ്പിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. അതിപ്പോ നമ്മളെ എബ്രഹാം ഖുറേഷിയെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് സ്റ്റീഫനെ കാണാനാണ്. അത് ഈ സിനിമയ്ക്കകത്തുണ്ട്, ആ മാജിക് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതായത് എബ്രഹാം ഖുറേഷിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് എമ്പുരാൻ ഇത്രയും ഹൈപ്പിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ എബ്രഹാം ഖുറേഷിയുടെ വലിപ്പമാണ്. ലൂസിഫറിലെ എൻഡ് ഓഫ് ദ സീനാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ആ എക്സൈറ്റ്മെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം മേ ബി എമ്പുരാൻ. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ മിസ് ചെയ്യുന്നത് സ്റ്റീഫനെ ആയിരിക്കും. ആ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് വരുന്ന സ്റ്റീഫനെ ആയിരിക്കും. ആ സ്റ്റീഫനെ നമ്മൾക്ക് കാണാൻ കൊതിയുണ്ടാവും. അത് ഇതിനകത്ത് മാജിക് പോലെ വർക്കാവണം എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ഞാൻ ആ മൊമെന്റ് കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് തിയേറ്ററിൽ അത് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് അതിന് കിട്ടുന്ന എന്ത് റെസ്പോൺസ് ആയാലും അത് അതിൻ്റെ ഒരു ഏറ്റവും ഹൈ ലെവലിലായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ബിഫോർ ഈ ആന്റണി ചേട്ടൻ എങ്ങനെ ആക്ച്വലി സെറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങളെ ഹെലികോപ്റ്റർ കഥയൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു. ശരിക്കും ഹെലികോപ്റ്റർ കഥയൊക്കെ ഹെലികോപ്റ്റർ കഥ അതിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സീനിന് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഹെലികോപ്റ്റർ എന്നുള്ളതല്ല, രാജു എന്തു പറയുന്നു അതിന് അദ്ദേഹം ഒരു ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും, ഇപ്പോൾ ലാൽ സാറിൻ്റെ ഫാൻ എന്നുള്ള രീതിയിലും പുള്ളി ഒന്നിനും നോ പറയുന്ന, അല്ലെങ്കിൽ നോ പറയാൻ ആഗ്രഹിക്കാത്ത, ഇനിയും മലയാള സിനിമയുടെ വലിപ്പം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് പറ്റട്ടെ, അദ്ദേഹത്തിന് അത് പറ്റുന്ന രീതിയിലേക്ക് ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സക്സസ് ഉണ്ടായാൽ മാത്രം തന്നെയാണ്. ഈവൻ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആയാലും, ഇപ്പോൾ നമുക്കറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലും എന്ത് എക്യുപ്മെന്റ്സ് ആയാലും, എന്ത് റിക്വയർമെന്റ്സ് ആണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആന്റണിച്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് നോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അത് ആ സിനിമയുടെ ട്രസ്റ്റാണ്. ഈവൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ട്രസ്റ്റാണ്. അതിലേക്ക് ഇനി തേർഡിലേക്ക് എത്തുമ്പോൾ പോലും ഇതിന്റെ ഒരു സക്സസ് തന്നെയാണ് അദ്ദേഹത്തിന് കുറച്ചും കൂടി വലുതാവുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ വലിപ്പം ആക്ച്വലി എല്ലാ ആളുകൾക്കും വലിപ്പം എന്ന് പറയുന്നത്, ഈവൻ പ്രൊഡ്യൂസർ ഒഴികെ ബാക്കി എല്ലാ ടെക്നീഷ്യൻസും എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ പ്രൊഡ്യൂസർ വ്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സിനിമയുടെ പ്രോസസ്സിൽ എല്ലാവരും ഹാർഡ് വർക്കിലായിരിക്കും, എല്ലാവർക്കും ഒരേ ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്ന് മാറി വർക്ക് ചെയ്യുന്ന ഒരാളാണ് പ്രൊഡ്യൂസർ. അദ്ദേഹത്തിന്
മണി സ്പെൻഡിങ് ആണ് മെയിൻ അദ്ദേഹത്തിന്റെ ജോലി. അപ്പൊ അദ്ദേഹത്തിന് ഓൺ സെറ്റിൽ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് മാറിയിരിക്കും, ബാക്കി എല്ലാ ആളുകളുടെയും മൈൻഡ് സെറ്റ് ഒന്നായിരിക്കും. അപ്പോൾ അതാണ് ഏത് പ്രൊഡ്യൂസറെയും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഒരു സെറ്റിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യം, സെറ്റിൽ ജസ്റ്റ് ഒരു മഴ പെയ്താൽ മഴ പെയ്യുന്ന മൊമെന്റിൽ അതുവരെ ചെയ്ത ജോലി നിർത്തിവെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും സറണ്ടർ ആവുക. മീൻസ് നമ്മുടെ ആ സമയത്തിന് ഫ്രീ ടൈം എന്ന് പറയുമ്പോൾ അത് എൻജോയ് ചെയ്യും. പക്ഷെ ആ എൻജോയ്മെന്റ് ഒരിക്കലും പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പ്രൊഡ്യൂസർ ആ സമയത്ത് നെഞ്ചിൽ തീയായിരിക്കും എപ്പോഴാ. അപ്പോ ഈ ചിരിക്കുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹം ശത്രുവായിരിക്കും. മീൻസ് ഇത് ഒരു പ്രൊഡ്യൂസറുടെ കാര്യമല്ല, എല്ലാ പ്രൊഡ്യൂസറും ഇതൊക്കെ സ്വാഭാവികം. പക്ഷെ ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്തരം കുറേ മൊമെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്തിട്ട് ഇതായി പോകുന്നതാണ്. ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ചേട്ടൻ്റെ കരിയറിൽ സംഭവിക്കാൻ ഇപ്പോൾ ഡയറക്ട് സ്റ്റോറിയിൽ പ്ലാനും കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ വരാറായിട്ടുണ്ടോ? എങ്ങനെ അപ്ഡേറ്റ്സ് ഇപ്പോൾ എമ്പുരാൻ മൂവി ഷൂട്ട് നടക്കുന്ന സമയത്തിന് തൊട്ട് ഒരു മാസം മുമ്പാണ് ഞാൻ എൻ്റെ പ്രൊജക്റ്റിലേക്ക് ലോക്കായത്, പിച്ച് ചെയ്ത്. അപ്പോൾ അന്ന് എനിക്ക് ടെൻഷനായിരുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ കമ്മിറ്റ് ചെയ്തു, പെട്ടെന്ന് ഓൾറെഡി എല്ലാം സെറ്റായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് അത് എങ്ങനെ ഒന്ന് ഹ്യൂജ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, അതിന് ഞാൻ യെസ് പറഞ്ഞിട്ട് എൻ്റെ യെസ് കൊണ്ട് ആ സിനിമയ്ക്ക് ടെക്നിക്കലി ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ രാജു എന്ന് പറയുന്നൊരു ഡയറക്ടറുടെ സിനിമ. അപ്പോൾ എനിക്കത് 100% കൺഫേം സിനിമയായതുകൊണ്ട് 100% കൺഫേം ആവാണ്ട് നമുക്കൊരു റിപ്ലൈ കൊടുക്കാനും പറ്റുന്നില്ല. പക്ഷെ ഇപ്പുറത്ത് അത് 100% ആയ പോലെയാണ്. 2 മനസ്സോടുകൂടി ഞാൻ ഈവൻ രാജുവിൻ്റെ അടുത്ത് പോയി, രാജു ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്, ഇതുവരെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഒരു മടിയും കൂടാതെ പുള്ളി എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ്, ഗംഭീരമായിട്ട് ചെയ്യണം, അടിപൊളി, പിന്നെ നീ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ വിചാരിച്ചു എന്നെ അവിടെ നിന്നും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ഞാൻ മാറുന്നു, മറ്റൊരാളെ റീപ്ലേസ് ചെയ്യേണ്ടി വരും, നമ്മളതിന് റെഡിയാണ്, അല്ലാതെ നമുക്ക് വേറെ സ്പേസ് ഇല്ലായിരുന്നു. പറഞ്ഞുകൊണ്ട് രാജു പറഞ്ഞു, ഇതിന് വേറെ ആരും വെക്കേണ്ട, നീ മാനേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഞാൻ എന്ത് വന്നാലും ഈ സിനിമ എമ്പുരാൻ ഇനി ആ മൊമെന്റിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലും അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഇമോഷൻസ് വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു. പക്ഷെ പലരും പറയില്ല, പലർക്കും ഈഗോ ഉണ്ടാവും. അതായത് കൂടെയുള്ള ടെക്നീഷ്യൻ പടം ചെയ്യുന്നു എന്ന് പറയുന്ന ചിലർക്ക്. അപ്പോൾ ഇത് വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞ മൊമെന്റിൽ തന്നെ ഞാൻ അന്ന് മുതൽ ഈ വർഷം വരെ എൻ്റെ സിനിമയുടെ കാര്യങ്ങൾ സ്റ്റിൽ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഏറ്റവും നന്നായിട്ട്, അതായത് എൻ്റെ കരിയറിൽ ഇത്രയും എഫേർട്ട് കൊണ്ട് ഇത്രയും ടെക്നിക്കലി പെർഫെക്ഷനോട് കൂടി ചെയ്ത മറ്റ് സിനിമ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എമ്പുരാൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്, വലിയൊരു ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും, വർക്ക് ചെയ്ത എല്ലാവർക്കും. അപ്പോൾ അതിനെല്ലാവിധ ആശംസകളും നേരെയാണ്. റിലീസ് ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ? മേ ബി ടെക്നീഷ്യൻസ്, ക്രൂ എല്ലാവരും കൂടി എറണാകുളം ഒരു സെലിബ്രേഷൻ ഷോ പോലെ ഈവൻ രാജു, ലാൽ സാർ എല്ലാവരും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. പക്ഷെ അത് എൻജോയ് ചെയ്യണമെന്ന് പേഴ്സണലി എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഹിഡൻ ആയിട്ട് ഒന്നും അറിയാത്ത തിയേറ്ററിൽ നിന്ന് ഇതറിഞ്ഞ് ആഘോഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ വന്ന് ആഘോഷിക്കുന്നതിന് വേറൊരു മൂഡാണ്. പക്ഷെ ഒന്നും അറിയാതെ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന വൈബ് വേറെ. ഒറിജിനൽ സ്റ്റീഫനെയും എബ്രാം ഖുറേഷിയും തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണമെങ്കിൽ, അതിന്റെ റെസ്പോൺസ് എൻജോയ് ചെയ്യണമെങ്കിൽ മറ്റൊരു ആരും നമ്മളൊന്നും അറിയാത്ത, അല്ല എന്നെയൊന്നും അധികം, ഞാനൊന്നും അത്ര ഫേസ് ഫെമിലിയർ അല്ല, നമ്മളെ സിനിമ എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. വളരെ ഗുരുവായൂർ വളരെ സട്ടിലായിട്ട് ഇപ്പോഴും ഗുരുവായൂരുള്ള ആളുകൾക്ക് പോലും, വളരെ കുറച്ച് ആളുകൾക്ക് പോലും നമ്മൾ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അത്തരം ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സെലിബ്രേഷനും ഇഷ്ടമാണ്, അറിയില്ല. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എന്തായാലും എൻജോയ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.